നമസ്കാരം. നമ്മൾ ഫോണെടുത്ത് വിരലൊന്നനക്കിയാൽ മതി. ലോകത്തെവിടെ നിന്നുമുള്ള സാധനങ്ങൾ ഇന്ന് നമ്മുടെ വീട്ടുപിടിക്കലെത്തും, അല്ലേ? പക്ഷേ ഇതിനൊപ്പം വരുന്ന വളരെ വലിയൊരു അപകടത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കിയ പണം ഓൺലൈൻ ഷോപ്പിംഗിൽ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. വലിയ സാങ്കേതിക പദങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെ ലളിതമായി നമുക്കിതിലേക്ക് കടക്കാം. സത്യം പറയുക, ഒഴിവു സമയത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പരസ്യം നിങ്ങളുടെ കണ്ണിൽപ്പെടുന്നു. 80% വിലക്കിഴിവ്, അല്ലെങ്കിൽ അവസാനത്തെ 2 മണിക്കൂർ മാത്രം എന്നൊക്കെയുള്ള വലിയ അക്ഷരങ്ങൾ. ഒറിജിനൽ വിലയേക്കാൾ വളരെ തുച്ഛമായ വിലയ്ക്ക് ഒരു സ്മാർട്ട് ഫോണോ അതല്ലെങ്കിൽ ബ്രാൻഡഡ് ഷൂസോ ഒക്കെ കാണുമ്പോൾ ഇതൊന്ന് സ്വന്തമാക്കണം എന്നൊരു കൊതി നമുക്കെല്ലാവർക്കും സ്വാഭാവികമായും ഉണ്ടാകും. ആ ഒരു ആവേശത്തിൽ നമ്മൾ പെട്ടെന്ന് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ ആ ഒരു ചെറിയ പ്രതികരണമാണ് തട്ടിപ്പുള്ളാർ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ അവസരം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, നമുക്കിതിലേക്കൊന്ന് കടക്കാം. ഓൺലൈനിലെ മറഞ്ഞിരിക്കുന്ന ആ വലിയ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഫോണും ബാങ്ക് അക്കൗണ്ടുമൊക്കെ വളരെ സുരക്ഷിതമാണെന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിചാരം. എന്നാൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ അടിച്ചുമാറ്റാൻ വലിയ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഒരു ഹാക്കറുടെ ഒന്നും ആവശ്യമില്ല. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരൊറ്റ തെറ്റായ ക്ലിക്ക്, അതെ, നിങ്ങളുടെ ഒരൊറ്റ വിരൽത്തുമ്പിലെ അശ്രദ്ധ മതി അക്കൗണ്ട് കാലിയാകാൻ. അതാണ് ഡിജിറ്റൽ ലോകത്തെ തട്ടിപ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ കാലത്ത് എല്ലാം എത്ര എളുപ്പമാണല്ലേ. ക്രെഡിറ്റ് കാർഡുകൾ, UPI പേയ്മെന്റുകളൊക്കെ വന്നതോടെ നിമിഷനേരം കൊണ്ട് നമുക്ക് പണം കൈമാറാം. ഈ സൗകര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ തന്നെ ഓർക്കുക, ഈ എളുപ്പം തന്നെയല്ലേ തട്ടിപ്പുകാർക്കും കിട്ടുന്നത്. നിങ്ങൾക്കൊരു സാധനം വാങ്ങാൻ എത്രത്തോളം എളുപ്പമാണോ അതേ എളുപ്പത്തിൽ തന്നെയാണ് അവർ നിങ്ങളുടെ പണം തട്ടിയെടുക്കാൻ വലവിരിച്ചിരിക്കുന്നതും. അതുകൊണ്ട് ഈ സൗകര്യത്തിന് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ സ്വന്തം സുരക്ഷയിൽ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത ഘട്ടം, ഇത്തരം വ്യാജ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ എങ്ങനെ എളുപ്പത്തിൽ തിരിച്ചറിയാമെന്ന് നോക്കാം. ഇന്ന് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ട്രിക്ക് എന്താണെന്നറിയാമോ? ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്രമുഖ വെബ്സൈറ്റുകളുടെ അതേ രൂപത്തിലുള്ള വ്യാജ വെബ്സൈറ്റുകൾ അവർ ഉണ്ടാക്കും. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇടതുവശത്ത് കാണുന്നത് യഥാർത്ഥ വെബ്സൈറ്റിന്റെ അഡ്രസ്സാണ്. വലതുവശത്തോ ഒറ്റനോട്ടത്തിൽ ആമസോൺ എന്ന് തന്നെ തോന്നും. എന്നാൽ ഇംഗ്ലീഷിലെ O എന്ന അക്ഷരത്തിനു പകരം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 0 എന്ന അക്കമാണ്. ഒപ്പം ഓഫേഴ്സ് എന്നൊരു വാക്കും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമ്മൾ തിടുക്കത്തിൽ നോക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഈ ചെറിയ വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയില്ല. അവിടെയാണ് നമ്മൾ വീഴുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ കാർട്ടിലേക്കൊരു സാധനം ചേർക്കുന്നതിന് മുമ്പ് തന്നെ വെബ് അഡ്രസ്സിനു മുൻപായി ഒരു ചെറിയ പൂട്ടിയ ചിഹ്നം, അതായത് പാഡ്ലോക്ക് അല്ലെങ്കിൽ HTTPS എന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അപ്പം തന്നെ ആ സൈറ്റ് ക്ലോസ് ചെയ്തേക്കുക. പിന്നെ വെബ്സൈറ്റിലെ അക്ഷരതെറ്റുകൾ. വലിയ കമ്പനികൾ ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തില്ല. അതുപോലെ മാർക്കറ്റിൽ 10,000 രൂപ വിലയുള്ളൊരു സാധനം 1000 രൂപയ്ക്ക് കണ്ടാൽ അത് 100% വ്യാജനാണ്, നോ ഡൗട്ട്. വ്യക്തമായ ഒരു റിട്ടേൺ പോളിസി ഇല്ലാത്തതും ഇത്തരം സൈറ്റുകളുടെ വലിയൊരു ലക്ഷണമാണ്. മൂന്നാമതായി, നമ്മളെ കൊതിപ്പിക്കുന്ന അവിശ്വസനീയമായ ഓഫറുകൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തട്ടിപ്പുകാർ ശരിക്കും നിങ്ങളുടെ ഫോണോ കമ്പ്യൂട്ടറോ അല്ല ഹാക്ക് ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ വികാരങ്ങളെയാണ്. മനുഷ്യസഹജമായ ആർത്തി, അതല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം, ഇതിനെയൊക്കെ ചൂഷണം ചെയ്താണ് അവർ കെണിയൊരുക്കുന്നത്. ഡിജിറ്റൽ ലോകത്ത് ഇതിന് പറയുന്ന പേരാണ് ഫിഷിംഗ്. പേര് പോലെ തന്നെ മീൻ പിടിക്കാൻ ഇരയെ ചൂണ്ടയിടുന്ന അതേ തന്ത്രം. ആകർഷകമായ ഓഫറുകൾ കാണിച്ച് അവർ വ്യാജ ലിങ്കുകൾ അയച്ചു തരും. നമ്മൾ ആവേശത്തിൽ അതിൽ ക്ലിക്ക് ചെയ്ത് പാസ്വേഡോ കാർഡ് വിവരങ്ങളോ കൊടുക്കുന്ന ആ നിമിഷം നമ്മൾ ആ ചൂണ്ടയിൽ കുരുങ്ങിക്കഴിഞ്ഞു. ഇതൊരു പക്ക പ്ലാനാണ്. നോക്കൂ എങ്ങനെയൊക്കെയാണ് ഈ കെണി മുറുകുന്നത് എന്ന്. ആദ്യത്തെ പടി ഒരു ചൂണ്ടയിടലാണ്. വാട്സാപ്പിൽ കൂടെയോ മറ്റോ വരുന്ന ഒരു കിടിലൻ ഓഫർ ലിങ്ക്. രണ്ടാമത്തെ പടി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്തുന്ന വ്യാജ വെബ്സൈറ്റുകൾ. അവിടെയാണ് യഥാർത്ഥ ട്രാപ്പ്. മൂന്നാമത്തെ പടിയിലാണ് നമ്മൾ നൽകുന്ന വ്യക്തിവിവരങ്ങളും കാർഡ് വിവരങ്ങളും അവർ ചോർത്തിയെടുക്കുന്നത്. വെറുമൊരു നിരുപദ്രവകരമെന്ന് തോന്നുന്ന ഒരു വാട്സാപ്പ് ഫോർവേഡ് മെസ്സേജ് എങ്ങനെയാണ് നമ്മളെ കുത്തുപാളിയെടുപ്പിക്കുന്നതെന്ന് ഇപ്പോൾ കൃത്യമായി മനസ്സിലായില്ലേ? ഇതൊരു സുവർണ നിയമമായിട്ട് തന്നെ മനസ്സിൽ വെച്ചോളൂ. ഒരു ഓഫർ കാണുമ്പോൾ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, ടു ഗുഡ് ടു ബി ട്രൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് മിക്കവാറും ഒരു തട്ടിപ്പ് തന്നെയായിരിക്കും. പെട്ടെന്ന് വാങ്ങൂ, സമയം അവസാനിക്കുന്നു എന്നൊക്കെയുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മളൊന്ന് നിൽക്കുക, ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് ചിന്തിക്കുക. കമ്പനിക്കാര് വീട് വിറ്റ് വലിയ നഷ്ടം സഹിച്ച് നമുക്ക് സാധനങ്ങൾ തരില്ലല്ലോ എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നാലാമത്തെ കാര്യം, നമ്മുടെ ഡിജിറ്റൽ ഇടപാടുകൾ എങ്ങനെ കൂടുതൽ സുരക്ഷിതമാക്കാമെന്ന് നോക്കാം. ഏറ്റവും നിർണായകമായ സമയമാണത്. കാർട്ടിലേക്ക് സാധനങ്ങൾ ചേർത്തു, ഇനി പണം കൊടുക്കാൻ പോകുന്ന ആ നിമിഷം.
എത്ര വലിയ ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണെങ്കിലും ശരി, നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് അവിടെ സേവ് ചെയ്ത് വെക്കരുത്. കുറച്ചുനേരം മെനക്കെട്ടാലും വീണ്ടും ടൈപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും സുരക്ഷിതം. രണ്ടാമതായി, ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്യുമ്പോൾ ആർക്കാണ് പണം പോകുന്നതെന്ന് ആ പേര്, അതായത് UPI ID, റിസീവർ നെയിം ഉറപ്പായും വായിച്ചു നോക്കണം. ഈ ചെലവഴിക്കുന്ന 1-2 സെക്കൻഡുകൾ മതി നമ്മളെ വലിയ തട്ടിപ്പുകളിൽ നിന്നും രക്ഷിക്കാൻ. ഇത് ഞാൻ അടിവരയിട്ട് പറയാണ്. OTP എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ അവസാനത്തെ താക്കോലാണ്. ലോകത്തൊരു ബാങ്ക് ഉദ്യോഗസ്ഥനും ഒരു യഥാർത്ഥ വിൽപ്പനക്കാരനും നിങ്ങളോട് OTP ചോദിക്കില്ല. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് തരാനാണ് ഫോണിൽ വന്ന OTP എന്ന് പറഞ്ഞേ എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അത് 100% തട്ടിപ്പാണ്. നിങ്ങൾ തന്നെ ഈ താക്കോൽ അവർക്ക് കൈമാറാത്തിടത്തോളം കാലം നിങ്ങളുടെ അറിവില്ലാതെ ആർക്കും അക്കൗണ്ടിൽ നിന്നും പണമെടുക്കാൻ കഴിയില്ല. അഞ്ചാമതായി, നമ്മുടെ സുരക്ഷയ്ക്കായുള്ള പ്രായോഗിക ചുവടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെ ഇത്രയും നേരം കുറേ അപകടങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇതൊക്കെ കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം സുരക്ഷിതമായിരിക്കാൻ നമ്മൾ വലിയ IT എക്സ്പേർട്സ് ഒന്നും ആകേണ്ട കാര്യമില്ല. സിമ്പിളാണ് കാര്യങ്ങൾ. വാട്സാപ്പിലോ മറ്റോ വരുന്ന ലിങ്കുകളിൽ വെറുതെ ക്ലിക്ക് ചെയ്യാതെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത ഔദ്യോഗിക ആപ്പുകൾ വഴി മാത്രം ഷോപ്പിംഗ് ചെയ്യുക. വാങ്ങുന്നതിന് മുമ്പ് മറ്റുള്ളവർ കൊടുത്ത റിവ്യൂസും സെല്ലർ റേറ്റിംഗും ഒന്ന് നോക്കുക. ഇനി അഥവാ പൈസ പോയാലും പരിഭ്രാന്തരാകാതെ ഉടനെ തന്നെ അത് ബാങ്കിനെ അറിയിക്കുക, സൈബർ സെൽ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുക. ഈ ലളിതമായ ശീലങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രതിരോധം. അപ്പോൾ ഇതൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. അടുത്ത തവണ വളരെ ആകർഷകമായ ഒരു ഓഫർ കണ്ട് ആ ബൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷമൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ആർക്കാണ് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ പണം നൽകുന്നതെന്ന് നിങ്ങൾക്ക് ശരിക്കും ഉറപ്പുണ്ടോ? ഈ ഒരു ചോദ്യം എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളിൽ മാത്രം ഒതുക്കാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും പ്രത്യേകിച്ച് പ്രായമായവരിലേക്കും എത്തിക്കുക. വളരെ സേഫായിട്ട് ഷോപ്പ് ചെയ്യുക. നന്ദി.